എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസത്തിന് ശേഷം ഒരു ഫുൾ വീഡിയോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഫുൾ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല. അപ്പം വീണ്ടും നമ്മൾ ഒരു ഫുൾ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഴയകാല ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴേ നിങ്ങൾക്കറിയാം കാര്യം എന്തായിരിക്കും എന്നുള്ളത്. അപ്പം അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുവാണേ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇന്ന് ഒരു കുമ്പിളടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പ് പൊടി കൊണ്ട് ഒരു കുമ്പിളടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുള്ള ഇലയൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. ശർക്കര, ഒരു ചെറിയ ബോൾ ശർക്കര നമ്മളിങ്ങനെ ചീകി വെച്ചിട്ടുണ്ട്. ഇത് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ മുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇവിടെ ഏലക്കയും ജീരകവും കൂടെ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് നമ്മളൊന്ന് ചതച്ച് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല, എന്നാലും അത്യാവശ്യം പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഡലിപ്പാത്രവും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ ആവി വരുന്ന പാത്രമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുഴച്ച് റെഡിയാക്കി ഇതിനകത്ത് കുമ്പിളടയായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പും, ഒരു ലേശം ഉപ്പും കൂടെ നമ്മൾ ചേർക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. കുമ്പിളടയ്ക്കുള്ള മാവ് ഇവിടെ ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച ഗോതമ്പ് പൊടിക്കകത്തേക്ക് ചിരണ്ടി വെച്ച ശർക്കരയും തേങ്ങയും ഏലക്ക ജീരകം പൊടിച്ചതും ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിരിക്കുവാണ്. അപ്പം നമ്മൾ ഇഡലിപ്പാത്രം സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇലക്കകത്ത് കുമ്പിള അടയാക്കി വെച്ച് കൊടുക്കാം. അപ്പം വെള്ളം ഒന്ന് തിളച്ചോട്ടെ. ഇഡലിപ്പാത്രത്തിലെ വെള്ളം ഏകദേശം തിളച്ച് ആവിയൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് കുമ്പിളട തയ്യാറാക്കി വെച്ച് കൊടുക്കാം. നമ്മളൊരു ഇല എടുത്തിട്ട് ചെറിയ കുമ്പിളാക്കി ഉണ്ടാക്കാം. ഇതുപോലെ ചെറിയ കുമ്പിളാക്കാം. നമ്മളിവിടെ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്. കൈ ഒന്ന് മുക്കിയിട്ട് നമ്മൾ കുറച്ച് മാവെടുത്ത് ഈ കുമ്പിളിനകത്തോട്ട് നിറച്ച് കൊടുക്കണം. ഇങ്ങനെ നന്നായിട്ട് നിറച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ വാഴയില ബാക്കി വന്ന് നിൽക്കുന്ന ഭാഗം കൊണ്ട് ഇങ്ങനെ ഒന്ന് മറച്ച് വെച്ചാൽ മതി. ചിലരൊക്കെ ഇവിടെ ഈർക്കിലിയൊക്കെ കുത്തി വയ്ക്കും. അതൊന്നും വേണ്ട, നമ്മൾ പണ്ട് കാലത്ത് ഇങ്ങനെ എളുപ്പത്തിന് ഉണ്ടാക്കുന്നതല്ലേ. എന്നിട്ടിതിങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. കൈയൊന്നും പൊള്ളാതെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ അടുക്കി വെച്ച് ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കണം, മാവ് ഒക്കെ വെന്തോന്ന് നോക്കണം കുമ്പിളട. അപ്പോൾ 20 മിനിറ്റ് മൊത്തത്തിൽ നമുക്ക് സമയം കൊടുക്കാം. അപ്പോൾ ബാക്കി കൂടെ ഒന്ന് അടുക്കി വെച്ചിട്ട് കാണാം. കുമ്പിളിനകത്തെല്ലാം നമ്മൾ മാവ് നിറച്ച് ഇഡലിത്തട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവിലായിരുന്നു, അതുകൊണ്ട് ഇതിനകത്ത് പാകമായിട്ട് നിൽപ്പുണ്ട്. ലാസ്റ്റ് വന്നപ്പോൾ ഒരു കുഞ്ഞ് കുമ്പിളുകൊണ്ട് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് എന്തായാലും വേണം. അകമൊക്കെ വേകണമെങ്കിൽ 20 മിനിറ്റ് എന്തായാലും വേണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇതിനകത്ത് പണ്ടൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോഴൊക്കെ എല്ലാവരും ഇതിനകത്ത് നെയ്യക്കകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ചേർത്തൊക്കെ കുഴച്ചുണ്ടാക്കാറുണ്ട്. നമ്മൾ ശരിക്കും ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് ഞങ്ങൾക്ക് അമ്മമാരുണ്ടാക്കി തന്ന രീതിക്ക് തന്നെയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. എളുപ്പത്തിന് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അമ്മമാരുണ്ടാക്കുന്നത്. അപ്പം നമുക്കിനി ഇത് വെന്തൊക്കെ കഴിഞ്ഞ് കാണാം. കുമ്പിളട നന്നായി വെന്ത് കഴിഞ്ഞ് ഞാൻ സ്റ്റൗവിൽ നിന്ന് ഇഡലിപ്പാത്രം താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന കുമ്പിളടയാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പാത്രത്തിലെടുത്തിട്ട് അതൊക്കെ ഒന്ന് തുറന്ന് നമുക്ക് കാണാം. നമ്മുടെ കുമ്പിളട ഇവിടെ റെഡിയായി കഴിഞ്ഞു. 2 കുമ്പിളട ഞാനൊരു പ്ലേറ്റിൽ എടുത്തു വെച്ച് ഒരെണ്ണം ഇലയൊക്കെ മാറ്റി ഒന്ന് മുറിച്ച് നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കല്യാണി ഇവിടെ കൊതി പിടിച്ച് നിൽക്കുവാണ് കഴിക്കാനായിട്ട്. അപ്പം ഈ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണം.
നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.